Hi friends, Indian video notification വന്നിട്ടുണ്ട്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് apprenticeship പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ കൊച്ചിയിലേക്കാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ താൽപര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതായത് എങ്ങനെയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്, അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ അതിന്റെ കൂടെ വെക്കണം തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അതുപോലെ ഇതിന്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ, ഏജ് ലിമിറ്റ് എല്ലാം നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, മാക്സിമം നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പൊ ഇനി ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അപ്പൊ കൊച്ചിയിലെ നേവൽ ഷിപ്പ്യാർഡ് റിപ്പയർ യാർഡിലേക്ക്, അതുപോലെ നേവൽ എയർക്രാഫ്റ്റ് യാർഡിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് 26, 2022 അപ്പോൾ ടോട്ടലി 230 വേക്കൻസിയാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. അതിന്റെ ഏതൊക്കെ ട്രേഡുകളാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ട്രേഡ് വൈസ് വേക്കൻസി ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് ഏതൊക്കെ ട്രേഡാണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. അപ്പൊ അതായത് ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. അപ്പൊ ട്രേഡ് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോപ്പ വിളിച്ചിട്ടുണ്ട്, പിന്നെ ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക്സ് മെക്കാനിക് വിളിച്ചിട്ടുണ്ട്, ഫിറ്റർ വിളിച്ചിട്ടുണ്ട്, മെഷീനിസ്റ്റ് വിളിച്ചിട്ടുണ്ട്, ദെൻ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ വിളിച്ചിട്ടുണ്ട്, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് വിളിച്ചിട്ടുണ്ട്, ദെൻ ടേർണർ വിളിച്ചിട്ടുണ്ട്, ദെൻ വെൽഡർ വിളിച്ചിട്ടുണ്ട്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് വിളിച്ചിട്ടുണ്ട്, ദെൻ ഷീറ്റ് മെറ്റൽ വർക്കർ, അതുപോലെ സെക്രട്ടറിയൽ അസിസ്റ്റന്റ്, അതുപോലെ ഇലക്ട്രോപ്ലേറ്റർ, അതുപോലെ പ്ലംബർ, മെക്കാനിക് ഡീസൽ, ദെൻ മറൈൻ എഞ്ചിൻ ഫിറ്റർ, ദെൻ ഷിപ്പ്രൈറ്റ് വുഡ് വിളിച്ചിട്ടുണ്ട്, പിന്നെ ടൂൾ ആൻഡ് ഡൈ മേക്കർ വിളിച്ചിട്ടുണ്ട്, പിന്നെ പെയിന്റർ വിളിച്ചിട്ടുണ്ട്, പൈപ്പ് ഫിറ്റർ വിളിച്ചിട്ടുണ്ട്, ദെൻ ഫൗണ്ടറി മാൻ വിളിച്ചിട്ടുണ്ട്, ടൈലർ വിളിച്ചിട്ടുണ്ട്, മെഷീനിസ്റ്റ് വിളിച്ചിട്ടുണ്ട്, പിന്നെ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിളിച്ചിട്ടുണ്ട്, ഡ്രാഫ്റ്റ്മാൻ വിളിച്ചിട്ടുണ്ട്, ദെൻ ഡ്രാഫ്റ്റ്മാൻ സിവിലും വിളിച്ചിട്ടുണ്ട്, മെക്കാനിക്കലും വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ട്രേഡുകളിലേക്കാണ് വിളിച്ചത്. അപ്പൊ ഈ ട്രേഡിലൊക്കെ നിങ്ങൾക്ക് ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പൊ പിന്നെ ഇതിന്റെ റിസർവേഷനൊക്കെ ഗവൺമെന്റ് റൂൾ പ്രകാരമുള്ള റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിരിക്കും, നിശ്ചിതമായുള്ള വേക്കൻസി ഉണ്ടായിരിക്കും. പിന്നെ ഇതിന്റെ എലിജിബിലിറ്റി കണ്ടീഷനിൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. 10ാം ക്ലാസ് ആണ് ഒന്നാമതായിട്ട് പറയുന്നത്. മിനിമം 50% മാർക്ക് വേണമെന്നുള്ള കണ്ടീഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ITI ആണ്. അപ്പൊ ITIയും അതുപോലെ തന്നെ മിനിമം 50% മാർക്കോട് കീഴിൽ 10ാം ക്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിശ്ചിതമായിട്ടുള്ള മുകളിൽ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപേക്ഷ നൽകാം. മിനിമം 65% മാർക്ക് ഉണ്ടായിരിക്കണം ITIയിൽ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിൽ നമുക്ക് 50%, ITI ആണെങ്കിൽ മിനിമം 65% മാർക്കും വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. പിന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 വയസ്സാണ് കണക്കാക്കുന്നത്. അതായത് വയസ്സ് കണക്കാക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 30 ജനുവരി 2023 അപ്പോൾ ഈ 30 ജനുവരി 2023 നമുക്ക് 21 വയസ്സ് പൂർത്തിയായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അതോടൊപ്പം തന്നെ SC ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം ഒക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ പോസ്റ്റലായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ജനറൽ ആയിട്ടുള്ള പോസ്റ്റ് മാത്രം ചെയ്താൽ മതി. നമ്മൾ സ്പീഡ് പോസ്റ്റോ രജിസ്റ്റേർഡ് ഒന്നും അയക്കേണ്ട, ജനറൽ പോസ്റ്റ് ഓൺലി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഇവിടെ പറയുന്നുണ്ട് അഡ്രസ് ഉണ്ട്. അഡ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയക്കേണ്ടത്. അതായത് ദ അഡ്മിറൽ തുടങ്ങിയിട്ട് ഈ ഒരു അഡ്രസ് നിങ്ങൾക്ക് ഇവിടെ പിൻകോഡ് കാണാം. ലാസ്റ്റ് കൊച്ചി 682004 എന്ന് കാണാം. അപ്പൊ ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ ഈ ഒരു പോസ്റ്റിന്റെ അതായത് പോസ്റ്റലായിട്ട് നമ്മൾ അയക്കേണ്ടത്. ഈ ഒരു അപേക്ഷ പോസ്റ്റലായിട്ട് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അത് അവിടെ അതായത് കൊച്ചിയിൽ എത്തേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 23 സെപ്റ്റംബർ 2022 അപ്പൊ 23 സെപ്റ്റംബറിന്റെ ഉള്ളിൽ അവിടെ എത്തിയാൽ മതി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നേവൽ ബേസിലേക്കാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ എഴുതുക. പിന്നെ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളാണ് ഇതിനെ കൂടെ വെക്കേണ്ടത് പ്രത്യേകം പറയുന്നുണ്ട്. 4 കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. അതോടൊപ്പം തന്നെ അറ്റസ്റ്റഡ് കോപ്പി നമ്മുടെ SSLCയുടെ മാർക്ക് ഷീറ്റ് വേണം. അതായത് SSLC ബുക്ക് വേണം, അറ്റസ്റ്റഡ് കോപ്പി ആയിരിക്കണം പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ IT NCVTയുടെ മാർക്ക് ഷീറ്റും അതുപോലെ അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റഡ് കോപ്പി വേണം. പിന്നെ ലേറ്റസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് കമ്മ്യൂണിറ്റി നിങ്ങൾ SC ST OBC ഇങ്ങനെയുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു റിലാക്സേഷൻ കാര്യങ്ങൾ അതുപോലെ അതിന്റെ റിസർവേഷൻ ഒക്കെ വേണമെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ വെക്കണം. പിന്നെ കോപ്പി ഓഫ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ആണ്. അത് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്തൊരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊന്നുമില്ല. അതായത് നമുക്ക് ക്രിമിനൽ പശ്ചാത്തലം അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. പിന്നെ വരുന്നത് പാൻ കാർഡിന്റെയും ആധാർ കാർഡിന്റെയും ഒക്കെ ആ ഒരു അറ്റസ്റ്റഡ് കോപ്പി വേണമെന്ന് പറയുന്നുണ്ട്. അത് നിർബന്ധമാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ NCC ആൻഡ് സ്പോർട്സ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഇത് കൂടെ വെക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒരു ജനറൽ കാൻഡിഡേറ്റ്സിന് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഇനി ഇതിന്റെ അപേക്ഷാ ഫോമാണ്. പിന്നെ ഇതാണ് അപേക്ഷയുടെ ഫോർമാറ്റ്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു അപേക്ഷയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്.
അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫർ ഒട്ടിക്കാണ്ടാവും. അതുപോലെ നിങ്ങളുടെ ഏത് ട്രേഡാണ് നമ്മൾ അപേക്ഷിക്കുന്നത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ പേര്, പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതിന്റെ ഇയർ ഓഫ് പാസിംഗ്, പിന്നെ അതിന്റെ പെർസെന്റേജ് ഒക്കെ കൂടെ രേഖപ്പെടുത്തണം. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, അതോടൊപ്പം തന്നെ കോവിഡ് വാക്സിനേഷന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുള്ള കോളുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ കൂടെ വെക്കേണ്ടത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി ആണ് വേണ്ടത്. ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി മാത്രമാണ് ഇവിടെ വേണ്ടത് പ്രത്യേകം പറയുന്നുണ്ട്. അത് നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് ബ്ലോക്ക് ലെറ്റേഴ്സ് മാത്രമാണ് ഉപയോഗിക്കുക. അതായത് ക്യാപിറ്റൽ ലെറ്റർ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് അപേക്ഷ ഫില്ല് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ മാത്രം ഉപയോഗിച്ച് നിങ്ങൾ ഫില്ല് ചെയ്യാൻ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇത് എവിടുന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റ് ഒരു വെബ്സൈറ്റിലായിരിക്കും വരിക. ഇത് നമ്മുടെ വെബ്സൈറ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഞാൻ ഇതിന്റെ ഷോർട്ടായിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ നോക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ താഴെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്ത്യൻ നേവി ഇമ്പോർട്ടന്റ് റിക്രൂട്ട്മെന്റ് ലിങ്ക്സ് ഇവിടെ കാണാം. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാം അപ്ലിക്കേഷൻ ഫോമിന്റെ ലിങ്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ കൊടുക്കുക. ഫോമാണ് വേണ്ടതെങ്കിൽ ദെൻ നോട്ടിഫിക്കേഷൻ ആണ് വേണ്ടതെങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ഇവിടെ കൊടുക്കുക. ദെൻ ഇതിന്റെ ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സന്ദർശിക്കുന്ന ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ അതുപോലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ജസ്റ്റ് ഞാനിപ്പോ അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആക്കി തരാം. ഇതിൽ ക്ലിക്ക് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ന്യൂ ടാബ് ഓപ്പൺ ആയി വരും. അപ്പൊ ഇതിലാണ് അപ്ലിക്കേഷൻ ഫോം. അപ്പൊ ഇത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കുകയും ഇതുപോലെയുള്ള അപേക്ഷ നിങ്ങൾക്ക് തയ്യാറെടുക്കാനും പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യമുണ്ട് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അത് വീഡിയോ മാക്സിമം മറ്റുള്ളവരെ ഷെയർ ചെയ്യാം. അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.